ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പി എസ് സിക്ക് സാധാരണയായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് LCM HCF പാർട്ടി എന്ന്. അതായത് ലസാഖു, ഉസാഖ ഈ പാർട്ടി എന്നുള്ള അവിടെ നിന്നുള്ള ഒരു 20 ക്വസ്റ്റ്യൻസ് നമുക്കിന്നൊന്ന് ചെയ്തു നോക്കാം. അതിൽ ആദ്യത്തെ ചോദ്യം 12, 16, 20 ഇവയുടെ LCMും HCFും ഇത് രണ്ടും കൂടെ ഒരുമിച്ച് സാധാരണ PSC ക്വസ്റ്റ്യന് ചോദിക്കാറില്ല. പക്ഷെ നമുക്ക് രണ്ടും മനസ്സിലാക്കാൻ വേണ്ടി രണ്ടും കൂടെ ഒരുമിച്ചൊന്ന് ചെയ്തു നോക്കാം. അതായത് 12, 16, 20 ഇതിനെ മൂന്നിനെയും നമുക്ക് പൂർണ്ണമായിട്ട് ഹരിക്കാൻ കഴിയുന്ന ഒരു നമ്പർ. ഇപ്പം നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് എടുക്കുവാണെങ്കിൽ നമുക്കിപ്പോൾ ഇതിൽ 2 എടുക്കാൻ പറ്റും അല്ലേ? അപ്പോൾ 2 കൊണ്ട് ചെയ്യുമ്പോൾ 12 എത്ര പ്രാവശ്യമുണ്ട്? 2 6 പ്രാവശ്യം, 16 8 പ്രാവശ്യം, 20 10 പ്രാവശ്യം. വീണ്ടും 2 കൊണ്ട് തന്നെ ചെയ്യാം. അപ്പോൾ 3 പ്രാവശ്യം, 4 പ്രാവശ്യം, 5 പ്രാവശ്യം. ഇനി ചെയ്യാൻ പറ്റുമോ? ഇനി ഇതിൽ ഏതെങ്കിലും 2 നമ്പരെങ്കിലും പൂർണ്ണമായിട്ടും ഹരിക്കാൻ കഴിയുന്ന ഒരു നമ്പർ നമുക്ക് ഒന്നല്ലാതെ വേറൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ വെച്ച് ഇത് നിർത്തി അല്ലേ? ഇനി ഇതിൻ്റെ LCM എങ്ങനെയാണ് കാണുന്നതെന്ന് പറയാം. അതായത് LCM എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിലെ മുഴുവൻ നമ്പേഴ്സും, ഈ പാർട്ടിൽ കാണുന്ന മുഴുവൻ നമ്പേഴ്സും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 2 × 2 × 3 × 4 × 5. അപ്പോൾ അതിൻ്റെ ആൻസർ 240 വരും. അപ്പോൾ അതാണ് നമ്മുടെ LCM. ഇനി ഇതേ ചോദ്യത്തിൽ തന്നെ HCF കണ്ടുപിടിക്കാനെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ സൈഡിൽ മാത്രം വരുന്ന നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഇവിടെ ഇപ്പോൾ എന്താ 2 × 2 4 ആണ് ഇവിടുത്തെ HCF. ഓക്കെ, നമുക്ക് അതേ പാറ്റേണിലുള്ള അടുത്തൊരു കണക്കൂടെ ചെയ്ത് നോക്കാം. അതായത് 12, 15, 30 ഇതിൻ്റെ LCM കാണാൻ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമല്ലോ, ഇതിനെ എല്ലാത്തിനെയും പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ 4, 5, 10 ഇത് നോക്കിയേ, ഈ നമ്പറിനെ വേണമെങ്കിൽ നമുക്ക് 5 കൊണ്ടും പറ്റും 2 കൊണ്ടും പറ്റും. അപ്പം നമുക്കിവിടെ 5 കൊണ്ട് ചെയ്ത് നോക്കാം. 4 അങ്ങനെ തന്നെ താഴ്ത്തി ചേർത്ത് 5 1 പ്രാവശ്യമുണ്ട്, 10 5 2 പ്രാവശ്യമുണ്ട്. അപ്പം നമുക്ക് വീണ്ടും ചെയ്യാം. അതായത് ഇനി നമുക്ക് 2 കൊണ്ട് ചെയ്യാമല്ലോ. 4 2 പ്രാവശ്യം, ഒന്നിനെ അതുപോലെ താഴേക്കെടുത്തു. പിന്നെ ഈ 2 കണ്ടോ, അത് 1 പ്രാവശ്യം. അപ്പം നമ്മുടെ LCM എത്ര ആയിരിക്കും? 3 × 5 × 2 × 2 × പിന്നെ 1 × 1 അതെല്ലാം നമ്മളങ്ങ് എഴുതുന്നേ ഉള്ളൂ. 15 2 30 60. ഓക്കെ, സെയിം. ഇനി ഇവിടെ HCF കാണാൻ പറഞ്ഞാൽ നമ്മൾ ഈ സൈഡിലുള്ളത് മാത്രം എടുത്താൽ മതി. അതായത് 3 × 5 × 2 30. ഇതാണ് നമ്മുടെ HCF. ഇനി അടുത്തൊരു നമ്പർ, അതായത് നോക്കിയേ 0.2 0.5 3.5 4.5 ഇവിടെ LCM കാണാം. ഇത് കാണുമ്പോൾ നമ്മളങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും ഇത് ഭയങ്കര സിമ്പിളാണ്. അതായത് ഇപ്പം നമ്മൾ ഇതിനെ നോക്കുമ്പം ഇതിനെ പൂർണ്ണമായിട്ടുള്ള നമ്പേഴ്സ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നോക്കി, ഇതിലെല്ലാം ഓരോ പോയിൻ്റ് വീതമേ വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മളിതിനെ ഈ 3 നമ്പറിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2.5 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? 25. 3.5 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 35. 4.5ന് 45. ഇങ്ങനെ എഴുതാൻ പറ്റുമല്ലോ. എന്നിട്ട് നമ്മൾ ഇതിനെ LCM കാണണം. അപ്പോൾ ഇതിനെ നമുക്ക് കാണാൻ 5 കൊണ്ട് പറ്റുമല്ലോ. 25. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് വീണ്ടും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കി. ഇതിനെ പൂർണ്ണമായിട്ട് ഏതെങ്കിലും 2 നമ്പറിനെ പോലും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മളിതിൻ്റെ LCM കാണാൻ എന്ത് ചെയ്യേണ്ടത്? 5 × 5 × 7 × 9 ഇത് 4 കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്. നമുക്കിതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 1575. പക്ഷേ ഇതല്ല നമ്മുടെ ആൻസർ. നമ്മളൊരു 10 കൊണ്ട് ഇതിനെ എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്തല്ലോ. അപ്പം നമ്മൾ ആൻസറിൽ ഒരു 10 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഒരു സ്ഥാനം മാറ്റിയിട്ട് പോയിൻ്റ് കൊടുക്കണം. 157.5. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇത് മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് പോകാം. അതായത് ഇങ്ങനെ തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ LCM കാണാനെന്ന്. അപ്പം ഇങ്ങനെ തരുമ്പോൾ സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കര ഈസിയാണ്. നമുക്ക് കാണുമ്പം പെട്ടെന്നൊരു പേടി തോന്നും. ഇതിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ 2 3 5 2 3 5 7 ഇപ്പം അത് നോക്കി, ഇതിനകത്ത് ഒരെണ്ണത്തിൽ 5 മാത്രമേ ഉള്ളൂ, ഒരെണ്ണത്തിൽ
5 ഇല്ല, 7 മാത്രമേ ഉള്ളൂ. ഇതിനകത്താണെങ്കിൽ 2ഉം 3ഉം 5ഉം 7ഉം ഉണ്ട്. അപ്പം നമ്മൾ LCM കാണുന്ന കേസിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ എല്ലാത്തിലും തന്നേക്കുന്ന നമ്പേഴ്സിനെ ആദ്യം എടുത്തെഴുതണം. അതായത് 2 × 3 × 5 × 7. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എല്ലാ നമ്പേഴ്സുമായി, ഇതിനകത്ത് എല്ലാ നമ്പേഴ്സുമായി, ഇതിനകത്ത് എല്ലാ നമ്പേഴ്സുമായി. എന്നിട്ട് ഇതിൻ്റെ പവർ നോക്കണം. പവർ നോക്കിയിട്ട് അതിൽ ഏറ്റവും കൂടിയ പവർ ഏതാണോ അതാണ് നമ്മൾ എഴുതേണ്ടത്. അതായത് ഇപ്പോൾ ഇവിടെ നമുക്ക് 2 സ്ക്വയർ ഉണ്ട്, ക്യൂബ് ഉണ്ട്, 2⁴ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഏറ്റവും വലുത് 4 അതെഴുതി. അതുപോലെ 3⁴ ഉണ്ട്, ക്യൂബ് ഉണ്ട്, സ്ക്വയർ ഉണ്ട്. അപ്പോൾ നമ്മൾ 3⁴ എഴുതി. 5ൻ്റെ സ്ക്വയർ ഉണ്ട്, ക്യൂബ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതാ എഴുതണ്ടേ? 5ൻ്റെ ക്യൂബ്. പിന്നെ 7 വരുമ്പം 7⁻1. ഇപ്പം നമ്മളിങ്ങനെ ഒരു നമ്പർ എഴുതിയാൽ ഇതിനകത്ത് ഓൾറെഡി ഒരു 1 ഇവിടെ ഉണ്ട്. അത് നമ്മൾ എഴുതാറില്ല സാധാരണ. ഇവിടെ 7 സ്ക്വയർ. അപ്പം നമ്മൾ വലുതേതാ? 2. ഇതാണ് അതിൻ്റെ LCM. ഇനി ഇതിൻ്റെ തന്നെ HCF കാണുന്നുണ്ട്, അത് നമുക്ക് പുറകെ ചെയ്യാം കേട്ടോ. അപ്പം ഇതും അതേ സെയിം മെത്തേഡിൽ LCM കാണുന്നതാണ്. അപ്പം നമ്മളിവിടെ 2 3 5 2 3 5 7 2 3 5 7. അപ്പം നമ്മൾ എന്താ വേണ്ടത്? 2 × 3 × 5 × 7. എന്നിട്ട് അതിനകത്ത് തന്നെ ഏറ്റവും ഉയർന്ന വാല്യൂ ഏതാ? 2⁴, 3 ക്യൂബ്, 5 സ്ക്വയർ, 7ൻ്റെ എത്ര? 7 സ്ക്വയർ. ഇതാണ് ഇവിടുത്തെ എന്താ? LCM. കണ്ടോ? ഇനി അടുത്തെന്ന് പറയുമ്പം 15, 20, 30 എന്നീ സംഖ്യകളുണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ. നമുക്കിപ്പോൾ ഇങ്ങനൊരു ചോദ്യം വന്നാലേ നമ്മൾ ശരിക്കും എന്താ ചെയ്യേണ്ടത്? നമ്മളെന്താ ചെയ്യേണ്ടതെന്നറിയാവോ? ഈ തന്നേക്കുന്ന നമ്പറിൻ്റെ LCM കാണണം. അതായത് 15, 20, 30. ഇതിനെ നമുക്ക് 5 കൊണ്ട് പറ്റുമല്ലോ. 15-ൽ 5 3 പ്രാവശ്യം, 20-ൽ 4 പ്രാവശ്യം, 30-ൽ 6 പ്രാവശ്യം. പിന്നെ ഇനി ഇതിനെ 3 കൊണ്ട് പറ്റുമല്ലോ. 1 പ്രാവശ്യം, 6-ൽ 2 പ്രാവശ്യം. ഇനി 2 ഉണ്ട്. അതായത് ഇപ്പം നമ്മളിതിൻ്റെ LCM കാണണം. എത്ര? 15 × 2 30 × 2 60. അതായത് ഇതാണ് ആൻസർ, 60. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് LCM കാണുക എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് ചെറിയ വ്യത്യാസങ്ങളുള്ള വേറെ ക്വസ്റ്റ്യൻ വരും. അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. അതായത് ഇപ്പം അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ? 6, 12, 18 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ 4 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴേ നമുക്ക് വേഗത്തിൽ ചെയ്യാൻ കഴിയുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ തന്നേക്കുന്ന ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് നമ്പറിൽ ഏറ്റവും ചെറുതല്ലേ നമുക്ക് ചോദിച്ചേക്കുന്നത്. അപ്പം നമ്മൾ ഇതിനകത്ത് ഏറ്റവും ചെറിയ നമ്പർ ഏതാ? 32. അപ്പോൾ 32 പിന്നെ നമ്മൾ 6 കൊണ്ട് 12 കൊണ്ടും 18 കൊണ്ടും ഡിവൈഡ് ചെയ്യുമ്പം എത്ര നമുക്ക് ശിഷ്ടം വരുന്നതെന്നുള്ളതൊന്ന് നോക്കണം. അതായത് 6, 12, 18. ഇപ്പം 6 കൊണ്ടാകുമ്പോൾ 2 ശിഷ്ടം വരത്തുള്ളൂ. അപ്പം 4 ശിഷ്ടം വരണം. അപ്പോൾ നമ്മൾ ഇതല്ല എന്നുള്ള കാര്യം ഉറപ്പായി. അപ്പോൾ അടുത്ത നമ്പർ 36. 36-നെ 6 കൊണ്ടാകുമ്പോൾ എന്തുവാ? ഒരു ശിഷ്ടം ഒന്നും വരത്തില്ല. അപ്പോൾ ആ നമ്പരും അല്ല. അതിന് അടുത്ത നമ്പർ. ഇതൊന്നും ഇനി ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ഈ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോയെന്നല്ലേ നമ്മൾ നോക്കേണ്ടത്. അപ്പം നമ്മൾ അടുത്ത നമ്പർ എടുക്കണം. അടുത്ത നമ്പർ എടുക്കുമ്പോൾ എത്ര? 40 എടുക്കണം. 40 എടുക്കുമ്പോൾ അപ്പോൾ 6 6 36. 4 ശിഷ്ടം വരുമല്ലോ. ഇനി 12 കൊണ്ട് ചെയ്യുമ്പം 12 3 36. അവിടെ 4 ശിഷ്ടം വരുമല്ലോ. 18 കൊണ്ട് ചെയ്യുമ്പം 18 2 36. 4 ശിഷ്ടം വരുമല്ലോ. അപ്പം ഈ 3 നമ്പർ കൊണ്ടും, അതായത് 6, 12, 18, ഈ 3 നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും നമുക്ക് 4 എന്നുള്ള ശിഷ്ടം കിട്ടുന്ന നമ്പർ ഏതാ? ഏറ്റവും ചെറിയ നമ്പർ, ഈ തന്നേക്കുന്നതിൽ ചെറിയ നമ്പർ. 32 അല്ല, 36 അല്ല. അപ്പോൾ പിന്നെ അതിനകത്ത് അടുത്ത നമ്പർ 40. അപ്പം നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പം നമ്മൾ ഈ മെത്തേഡിലാണ് ചെയ്യുന്നതായിരിക്കും എളുപ്പം. പിന്നെ ഇനി അടുത്തത് 15, 20, 30 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ 5 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ. സെയിം മെത്തേഡിലുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഏറ്റവും ചെറിയ സംഖ്യ അവർ ചോദിച്ചേക്കുന്നത്. അപ്പം നമ്മൾ ഏറ്റവും ചെറുത്, ഇതിനകത്ത് ഏറ്റവും ചെറുത് 60. അപ്പോൾ 60 കൊണ്ട് നോക്കുമ്പോൾ 5 ശിഷ്ടം വരുമോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പം നമുക്കിവിടെ 5 ശിഷ്ടം, ഇപ്പം നമ്മൾ ഇത് പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റും. 15 കൊണ്ടായാലും 20 കൊണ്ടായാലും 30 കൊണ്ടായാലും ഇതിന് നമുക്ക് പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റും. അതായത് ശിഷ്ടം 5 വരത്തില്ല. അപ്പോൾ ഇതല്ല.
നമ്മൾ ഇതിനെ വെട്ടി. ഇനി നമ്മളിപ്പം 60 വെട്ടിക്കളഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ 62നെ നോക്കുമ്പോൾ നമ്മളിപ്പം ഏറ്റവും സിമ്പിളായിട്ട് നോക്കി ഈ 30 കൊണ്ട് 60നെ 30 2 60, പക്ഷെ 2 വരൂ, 5 ശിഷ്ടം വരുമോ ഇല്ല. നമുക്ക് ഒറ്റ നോട്ടത്തിൽ അത് മനസ്സിലാവും. 63 ആകുമ്പോഴും വരത്തില്ല. അതേസമയം 65 എത്തുമ്പം നോക്കിയേ, 15 ഉണ്ടാകുമ്പം 15 × 4 60 വരും. അതുപോലെ തന്നെ 20 × 3 60 വരും. 3 60 വരും. അപ്പോഴും ഈ എല്ലാ തവണയും എന്തുവാ ശിഷ്ടം 5 വീതം നമുക്ക് കിട്ടും. അതുപോലെ തന്നെ 30 × 2 അതും 60 വരും. അപ്പോൾ എല്ലാ പ്രാവശ്യവും നമുക്ക് 5 ശിഷ്ടം കിട്ടും. അപ്പോൾ തന്നിരിക്കുന്ന നമ്പറിൽ ഈ ഓപ്ഷൻസിൽ ഏറ്റവും വലുതായിരുന്നു ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ. അപ്പോൾ ആൻസർ ഏതാ? നമ്മുടെ ഡി, 65. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അതായത് 6, 12, 16 മിനിറ്റ് സമയക്രമത്തിൽ അലാറം മുഴങ്ങുന്ന 3 ക്ലോക്കുകളുണ്ട്. ഇവ എത്ര മിനിറ്റ് കൂടുമ്പോഴാണ് ഒരുമിച്ച് അലാറം മുഴങ്ങുന്നത്? അത് ഈ ചോദ്യം എന്താണെന്നറിയാമോ? ഇതും ഡയറക്റ്റ് LCM കാണാനുള്ള ചോദ്യമാണ്. നമ്മളിത് കേൾക്കുമ്പോൾ ക്ലോക്കിൽ നിന്നുള്ള ചോദ്യമാണെന്നൊക്കെ തോന്നും, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഇത് നമുക്ക് നേരിട്ട് അല്ലാതെ ചെയ്യാം. 6, 12, 16 ഇതിൻ്റെ LCM കാണുക. ഇപ്പം നമുക്ക് 2 കൊണ്ട് ചെയ്യാം. ഇനി 3 കൊണ്ട് ചെയ്യാം. ഇനി വീണ്ടും 2 കൊണ്ട് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ LCM എത്ര? 2 × 3 6, 6 × 2 12, 12 × 14 എത്ര? 48. അതായത് ആൻസർ സി, 9ൻ്റെ ആൻസർ 48 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ഇനി 10ാമത്തത്, ഇതും സെയിം അതേ ക്വസ്റ്റ്യനാണ്. 7, 14, 28 മിനിറ്റ് സമയക്രമത്തിൽ അലാറം മുഴങ്ങുന്ന 3 ക്ലോക്കുകളുണ്ട്. ഇവ എത്ര മിനിറ്റ് കൂടുമ്പോഴാണ് ഒരുമിച്ച് അലാറം മുഴങ്ങുന്നത്? നമുക്കിതുപോലെ തന്നെ നോക്കാം. അതായത് 7, 14 ഇതാണെങ്കിൽ നേരിട്ട് ചെയ്യാവുന്നതുമാണ്. 7 കൊണ്ട് ചെയ്യാം. 1, 2, 4 2 കൊണ്ട് ചെയ്യാം. 1, 1, 2 28. ഇത് 7 × 2 × 2. അപ്പോൾ നമുക്ക് 28 എന്ന് കിട്ടുമല്ലോ LCM ആണ് ഇതിൻ്റെ ആൻസർ. അതായത് 10ൻ്റെ ആൻസർ എ, 28. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇവിടെ നമുക്ക് എന്താണെന്നറിയാമോ തന്നേക്കുന്നത്? 2/5, 3/10, 1/5. ഇവിടെ LCM HCF കാണുക. ഇത് PSCക്ക് ഒന്നുകിൽ LCM കാണുക, അതല്ലെങ്കിൽ HCF കാണുക. ഇത് ഏതെങ്കിലും ആയിരിക്കും ചോദിക്കുന്നത്. രണ്ടും ചോദിച്ചാലും നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു നമ്പർ തന്നിട്ട് അതിൻ്റെ LCM HCF കാണാൻ പറഞ്ഞാൽ നമ്മൾ ഒരു ഇക്വേഷൻ എഴുതി വെച്ചിട്ട് അങ്ങ് ചെയ്താൽ മതി. അതാണ് നമുക്ക് എളുപ്പം, സിമ്പിളായിട്ടുള്ളതാണ്. അതായത് ഇപ്പം അതായത് LCM = LCM ഓഫ് ന്യൂമറേറ്റർ ബൈ HCF ഓഫ് ഡിനോമിനേറ്റർ. HCF ആണെങ്കിൽ HCF ഓഫ് ന്യൂമറേറ്റർ ബൈ LCM ഓഫ് ഡിനോമിനേറ്റർ. ഇത് കണ്ടാൽ മതി. അപ്പം നമുക്ക് ഇതിനകത്ത് 2, 3, 1 ഇതിൻ്റെ LCM ഒന്നും കാണാനില്ല. കാരണം ഇത് ഒന്നുമില്ല. ഇതിങ്ങനെ തന്നെ അങ്ങ് ചെയ്യാനേ പറ്റൂ. കാരണം ഇത് പൂർണ്ണമായിട്ടും പിന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ഒന്നുമില്ല. അതപ്പം നമ്മൾ എന്ത് ചെയ്യുക? LCM എന്തോ കാണണ്ടേ? 2 × 3 × 1. LCM ഓഫ് ന്യൂമറേറ്റർ എന്തായിരുന്നു? 2 × 3 × 1. അപ്പോൾ എന്താ കിട്ടും? നമുക്ക് 6 കിട്ടും. അതുപോലെ തന്നെ LCM ഓഫ് ഡിനോമിനേറ്റർ നമുക്കിതെല്ലാം കാണണമല്ലോ. അപ്പോൾ നമുക്കിതെല്ലാം കണ്ടു വെക്കാം. ഡിനോമിനേറ്ററിൻ്റെ 5, 10, 5 5, 10, 5ൻ്റെ നമ്മളെങ്ങനെ ചെയ്യും? 5, 10, 5 നമുക്ക് 5 കൊണ്ട് ചെയ്യാം. 1, 2, 1. അപ്പോൾ ഇത് 5 × 1 × 2 × 1 ഇത് മൊത്തം. അപ്പോൾ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 10. ഇനി അടുത്തത് നമ്മളിതിൻ്റെ HCF കാണണ്ടേ? HCF ഓഫ് ന്യൂമറേറ്ററിലെ നമ്പർ 2, 3, 1 അല്ലേ? അപ്പോൾ അതിനകത്ത് നമുക്കൊന്നുമില്ല. അപ്പോൾ നമുക്കിവിടെ 1 മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റൂ. അപ്പോൾ HCF എന്തുവാ? 1. ന്യൂമറേറ്ററിൻ്റെ HCF 1. ഡിനോമിനേറ്ററിൻ്റെ HCF എന്തുവാ കിട്ടുന്നത്? 5. ഇതാ നമ്മളിത് ഇത്രയും ചെയ്തില്ലേ? പക്ഷേ ഇതിനകത്ത് നമുക്ക് HCF 5 മാത്രമല്ലേ എടുക്കാൻ പറ്റൂ. അപ്പോൾ നമുക്ക് കിട്ടേണ്ട വാല്യൂസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. LCM ഓഫ് ന്യൂമറേറ്റർ 6, LCM ഓഫ് ഡിനോമിനേറ്റർ 10, HCF ഓഫ് ന്യൂമറേറ്റർ 1, HCF ഓഫ് ഡിനോമിനേറ്റർ 5. ഇനി നമ്മളിത് കൊണ്ടുവന്ന് ഇവിടെ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അതായത് ഇപ്പോൾ LCM കാണാനാണെങ്കിൽ LCM ഓഫ് ന്യൂമറേറ്റർ അതായത് 6, HCF ഓഫ് ഡിനോമിനേറ്റർ 5. ഇതാണ്
ഇതിൻ്റെ LCM. ഇനി HCF കാണാനാകുമ്പോൾ HCF ഓഫ് ന്യൂമറേറ്റർ അത് 1. ഇത് ഇങ്ങനെയാണ്. ഇനി LCM ഓഫ് ഡിനോമിനേറ്റർ അത് 10. ഇത് രണ്ടുമാണ് ആൻസർ. ഇതിനകത്ത് ഇനി കൂടുതലൊന്നും ചെയ്യാനില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 9 കൊണ്ട് ഹരിക്കുമ്പോൾ 3, 12 കൊണ്ട് ഹരിക്കുമ്പോൾ 6, 14 കൊണ്ട് ഹരിക്കുമ്പോൾ 8 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ. അപ്പം നമ്മൾ ഇതിനകത്ത് ആദ്യം ഏറ്റവും ചെറിയ സംഖ്യ നമ്മൾ അപ്പുറത്ത് ചെയ്തല്ലോ, അതിൻ്റെ ഏതാണ്ട് അതേ മെത്തേഡ് തന്നെ. അപ്പം നമ്മൾ ഇതിനകത്ത് ആദ്യം ഏറ്റവും ചെറിയ സംഖ്യ 218. 218നെ നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. നമ്മളിതിങ്ങോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ മനസ്സിലങ്ങ് ചെയ്താൽ മതി. 218നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 വരും ശിഷ്ടം. അപ്പോൾ തന്നെ അത് 9 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് 4 വന്നു. അപ്പോൾ നമുക്ക് ഇതല്ലെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇതല്ല. ഇനി 218 അല്ലെന്ന് മനസ്സിലായി. ഇനിയിപ്പോൾ നമ്മൾ അടുത്തത് 246 അടുത്ത നമ്പർ. അപ്പോൾ നമ്മൾ അടുത്ത നമ്പറിലോട്ട് പോയി അതിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നോക്കുക. അപ്പം നമ്മൾ ഇവിടെ 3 63, 7 9 63. അപ്പം നമുക്ക് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ശിഷ്ടം വരുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തത് നോക്കണം. 12 കൊണ്ട് ചെയ്യുമ്പോൾ 6 ആണോ? അതെ 6 കിട്ടുമല്ലോ, ഒറ്റയടിക്ക് കിട്ടും. 246നെ നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് 6 കിട്ടും. പിന്നെ 14 കൊണ്ട് ചെയ്യുമ്പം 8 ശിഷ്ടം വരുമോ നോക്കണം. അപ്പോൾ നമ്മൾ 246നെ എത്ര 14 കൊണ്ട് ചെയ്ത് നോക്കണം. 14 കൊണ്ട് ചെയ്യുമ്പം എത്ര വരും? നമുക്ക് ഇവിടെ 246നെ 14 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അവസാനം 8 വരും ശിഷ്ടം. അപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടല്ലോ 14 കൊണ്ട് ഹരിക്കുമ്പോൾ 8 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ. അപ്പം നമ്മുടെ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്തിരുന്നത് 218 അല്ല, അതിന് തൊട്ട് മുകളിലുള്ള 246 8 വരുന്നുണ്ട്. പിന്നെ 3, 6, 8 ഓരോ ശിഷ്ടവും കറക്റ്റായിട്ട് വരുന്നുണ്ട്. 9 കൊണ്ട് ഹരിക്കുമ്പോൾ 3, 12 കൊണ്ട് ഹരിക്കുമ്പോൾ 6, 14 കൊണ്ട് ഹരിക്കുമ്പോൾ 8. അപ്പം നമ്മുടെ ആൻസർ 246. പിന്നെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ 10, 15, 20 എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ പൂർണ്ണവർഗ സംഖ്യ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ പൂർണ്ണവർഗസംഖ്യ ഇപ്പോൾ ഇതിനകത്ത് തന്നേക്കുന്നത് ഇപ്പം 625 ആകുമ്പോൾ 25 അതുപോലെ തന്നെ അടുത്ത നമ്പർ ഉണ്ടല്ലോ 652, ഇത് പൂർണ്ണവർഗം അല്ല. പൂർണ്ണവർഗം എന്ന് വെച്ചാൽ എന്തോന്ന് മനസ്സിലായല്ലോ, അതായത് 25 × 25 625 ഇതുപോലെ വരുന്ന നമ്പേഴ്സ്. പിന്നെ അടുത്ത വരുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് 26 × 26 എന്ന് പറയുന്നത് നമുക്ക് 676 വരും. പക്ഷേ അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഈ 652 പൂർണ്ണവർഗമല്ല. അപ്പോൾ എന്തായാലും ഇതല്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പായി. പിന്നെ ഇനി 625 10 കൊണ്ട് 625നെ എന്തായാലും പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, നമുക്കറിയാമല്ലോ. 620 ആണെങ്കിലല്ലേ പറ്റും, 5 ശിഷ്ടം വരും. അപ്പോൾ ഈ നമ്പരും അല്ല. ഇനി അതിൻ്റെ അടുത്ത് വരുന്നത് 900. അപ്പം 900 10 കൊണ്ട് പറ്റും, 20 കൊണ്ടും പറ്റും, 15 കൊണ്ടും പറ്റും. നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ. പക്ഷേ ഇത് പൂർണ്ണവർഗം ആണോ എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പാക്കണമല്ലോ. അപ്പം നമ്മൾ ഇപ്പം 26 × 26 676. അപ്പം നമുക്കൊരു ഐഡിയ 30 കൊണ്ട് ചെയ്ത് നോക്കാം. നമ്മൾ കുറച്ച് ചെയ്താകുമ്പോൾ നമുക്കതങ്ങ് ശീലമാവും. കണ്ടോ? അപ്പം ഇതാണ് കറക്റ്റ് ആൻസർ. ഇപ്പം ശേഷം ഹരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ പൂർണ്ണവർഗസംഖ്യ, ഏറ്റവും ചെറിയ ഈ തന്നേക്കുന്നതിലെ ചെറിയ പൂർണ്ണവർഗസംഖ്യ 625. പക്ഷേ ഇവർ ഈ പറഞ്ഞേക്കുന്ന കണ്ടീഷൻസൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന പൂർണ്ണവർഗസംഖ്യ ഈ 900 എന്ന് പറയുന്നതാണ്. അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചിലപ്പം ഈ പറഞ്ഞ കണ്ടീഷൻസൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ വേറെ കാണും, പക്ഷേ അത് പൂർണ്ണവർഗമാണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനത്തെ ട്രിക്കി ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഇതാണ് എൻ്റെ ആൻസർ. ഇനി അടുത്തത് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ HCF, അത് 10, 20, 50 ഇതിൻ്റെ HCF ആണ്. HCF ആണെന്ന് എളുപ്പമാണല്ലോ. നമ്മളിതിനകത്ത് 10 10 1 പ്രാവശ്യം, 20 2 പ്രാവശ്യം, 50 5 പ്രാവശ്യം. ഇനി ഇതിനകത്തൊന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടി. HCF 10. ഈ സൈഡിലുള്ള മാത്രം എടുത്താൽ മതിയല്ലോ HCF എടുക്കുമ്പോൾ, നമ്മുടെ ഈ സൈഡിൽ വരുന്നത്. പിന്നെ അത് ഇവിടെ ആകെ ഈ ഒരു നമ്പരേ ഉള്ളൂ, വേറെ നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അതുകൂടെ മൾട്ടിപ്ലൈ ചെയ്തേനെ. ഇനി അടുത്തത്
ഇതാണ്ട 4/5 5/10 ഇവയുടെ ഉത്സാഹ HCF കാണാൻ. അപ്പം നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ചല്ലോ, HCF is equal to HCF ഓഫ് ന്യൂമറേറ്റർ ബൈ എന്തായിരുന്നു LCM ഓഫ് ഡിനോമിനേറ്റർ. അപ്പം നമുക്കിവിടെ 4 5 ഇതിൻ്റെ എന്തായിരുന്നു കാണേണ്ടത് HCF. അപ്പോൾ ഇതിനകത്തൊന്നും കാണാനില്ല, 1 തന്നെ, അല്ലാതൊന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ HCF ഓഫ് ന്യൂമറേറ്റർ എന്തോ 1, പിന്നെ അതിൻ്റെ ഡിനോമിനേറ്റർ LCMൻ്റെ ഡിനോമിനേറ്ററിൻ്റെ LCM അതായത് 5ഉം 10ഉം അതിൻ്റെ. അപ്പോൾ നമുക്ക് 5 കൊണ്ട് ഒരു പ്രാവശ്യം 2 പ്രാവശ്യം 5 × 1 × 2 എത്ര 10. 1/10 ആണ് നമ്മുടെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം, അതായത് ക്വസ്റ്റ്യൻ നമ്പർ 16. ഇപ്പോൾ ഇവിടെ നമ്മൾ HCF കാണാനെന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ LCM കണ്ടപ്പം എല്ലാ നമ്പേഴ്സും എടുക്കും, എല്ലാത്തിലും. ഇപ്പം നമ്മൾ ഇതിൽ പ്രസൻ്റ് ആയത് ഇതിൽ പ്രസൻ്റ് ആയത് ഇതിൽ പ്രസൻ്റ് ആയത്, ഇനി ഏതെങ്കിലും ഒരു പുതിയ നമ്പർ ഇതിലുണ്ട് മറ്റേ ഈ 2 നമ്പേഴ്സിലും ഇല്ലെങ്കിലും LCM നമ്മൾ അതെല്ലാം എടുക്കും. ഈ HCF കാണുമ്പോൾ അങ്ങനെയല്ല. ഈ 2 എന്ന് പറയുന്ന 3 നമുക്ക് എത്ര ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ടോ അതിലെല്ലാം 2 പ്രസൻ്റ് ആണോ എന്ന് നോക്കണം. അതെ, അപ്പോൾ 2 ഉണ്ട്. ഇനി 3 അതുപോലെ ഉണ്ടോ? 3യും എഴുതാം. 5ഉം ഉണ്ട്. അതേസമയം ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ ഇവിടെ ഒരു എക്സ്ട്രാ ഒരു 7 എന്തെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ 2 നമ്പറിലും ഇല്ലെങ്കിൽ ആ 7 നമ്മൾ എടുക്കത്തില്ല. ഇപ്പോൾ ഇത്ര എടുത്തല്ലോ. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ പവറിൽ ഏറ്റവും ചെറിയ പവർ ഇതിനകത്ത് 5 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, ഇവിടെ 7 ഉണ്ട്. അപ്പോൾ 2/1 അതാണ് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ 3യുടെ അവിടെ 3³ 3² 3/5. അപ്പോൾ നമ്മൾ 3² എടുക്കണ്ടേ. അതുപോലെ തന്നെ 5² എന്ന് പറയുമ്പം നമുക്കിപ്പോൾ 5² 5³ 5/4. അപ്പോൾ 5² അതായത് ആൻസർ 2 × 3² × 5². ഇങ്ങനെ വരുന്ന, അല്ലെങ്കിൽ 2/1 എന്ന് നമുക്ക് പവർ ആൻസർ തന്നിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ 2 × 3² × 5². ഇതായിരിക്കും ആൻസർ. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനും സെയിം, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ. ഇത് പക്ഷേ HCF ആയതുകൊണ്ട് നമ്മൾ എല്ലാത്തിലും പ്രസൻ്റ് ഉള്ളത് ഏതൊക്കെ ABC ABC ABC. അപ്പോൾ നമുക്കിതിനകത്ത് ABC അത് എഴുതാം. ഇനി ഏറ്റവും ചെറിയ പവർ A⁴ A⁴ A⁵. അപ്പോൾ ഏതാ 4 അല്ലേ, അപ്പോൾ അത് എഴുതാം. പിന്നെ ബിയും അതുപോലെ B⁴ B⁵ B². B² മതി. C² C³ C⁴. അപ്പോൾ ഏറ്റവും ചെറുത് ഏതാ? നമുക്കിവിടെ C². അപ്പോൾ നമുക്ക് അത് എഴുതാം. ഇതാണ് ഇവിടുത്തെ HCF. ഇനി അടുത്ത 2 സംഖ്യകളുടെ LCM 80ഉം HCF 4ഉം. ഒരു സംഖ്യ 10. ഇത് 3 കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. അതായത് ഒരു നമ്പർ, ഇനി ഏതെങ്കിലും നമ്പേഴ്സിൻ്റെ LCM HCFും തന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു നമ്പരും തന്നാൽ മറ്റേ നമ്പർ ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ LCM × HCF ഈസ് ഈക്വൽ ടു ഈ തന്നേക്കുന്ന നമ്പറിൻ്റെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഇതായിരിക്കും അതിൻ്റെ ആൻസർ. അപ്പോൾ ഇപ്പം നമുക്കിവിടെ LCM തന്നിട്ടുണ്ട് എത്ര 80, HCF തന്നിട്ടുണ്ട് 4 ഈസ് ഈക്വൽ ടു ഒരു നമ്പർ N1 തന്നിട്ടുണ്ട് 10, N2 കണ്ടുപിടിക്കണം, അങ്ങനെയല്ലേ. അപ്പോൾ നമുക്കിവിടെ N2 എന്നെ കണ്ടുപിടിക്കാൻ ഈ 10നെ ഇങ്ങ് താഴോട്ട് കൊണ്ടുവന്നാൽ മതിയല്ലോ. അതായത് 80 × 4/10. അപ്പം ഈ 0 വെട്ടിപ്പോവും, 32. അപ്പം നമ്മുടെ അടുത്ത നമ്പർ ഏതാ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? 32 ആയിരുന്നു. ആ 32ഉം 10ഉം കൂടെയുള്ള LCM HCF ഒക്കെയാണ് ഈ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. അപ്പം നമ്മുടെ നമ്പർ 32 നമുക്ക് കിട്ടി. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നുന്നത്, കാരണം ഇത് നമ്മൾ നീളവും വീതിയൊക്കെ തരുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പം ചതുരത്തിൻ്റെ അങ്ങനെ ഇക്വേഷൻ അവിടെയൊക്കെ പോകും. പക്ഷേ ഇത് അങ്ങനെയല്ല. നീളം 30 സെൻറ്റിമീറ്റർ, വീതി 18 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു ചതുരാകൃതിയിലുള്ള തറയിൽ പതിക്കാൻ സാധിക്കുന്ന തുല്യ വലിപ്പമുള്ള മാർബിൾ കഷ്ണങ്ങളുടെ വശത്തിൻ്റെ നീളം എന്ത്? ഇതാണ് നമ്മുടെ ചോദ്യം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ LCM കണ്ടുപിടിക്കാനാണ് ഇവർ ചോദിച്ചേക്കുന്നത്. 30ൻ്റെയും 18ൻ്റെയും LCM. ഇപ്പം നമുക്കിവിടെ 3 ഉണ്ട്, 10, 6, ഈ 2 ഉണ്ട്, അപ്പോൾ 5, 3 കഴിഞ്ഞല്ലോ. എന്നിട്ട് ഇതിൻ്റെ LCM, അതായത് LCM = 3 × 2 × 5 × 3. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 10, 30, 30 × 3 90. ഇതിപ്പോൾ ഒരു ആ കഷ്ണങ്ങളുടെ വശത്തിൻ്റെ നീളം ചോദിക്കുമ്പോൾ 90 ആണ് നമ്മുടെ ആൻസർ. നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പം പെട്ടെന്ന് ചിലപ്പം ഈ ഇക്വേഷൻ ഉണ്ടോ ചതുരത്തിൻ്റെ, അല്ലെങ്കിൽ അതിൻ്റെ ഏരിയ, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പോകരുത്. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ. അത് LCM കാണാൻ ഇവർ ഡയറക്റ്റ് ചോദിച്ചേക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം
21, 36, 41 എന്നീ സംഖ്യകളെ ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന ഏറ്റവും വലിയ സംഖ്യ. നമ്മൾ നേരത്തെ ഏറ്റവും ചെറിയ സംഖ്യയുടെ ക്വസ്റ്റ്യൻ ചെയ്തില്ലയോ, അതിൻ്റെ അതേ മെത്തേഡിലാണ് ഇത്. പക്ഷേ ഇതിനകത്ത് അവർ ചോദിച്ചേക്കുന്നത് എന്തുവാ, ഇതിനെ ഹരിക്കുമ്പം ഇതിലേതോ ഒരു നമ്പർ വെച്ച് ഹരിച്ചാൽ 1 ശിഷ്ടം വരും. അപ്പോൾ നമ്മളിതിനകത്ത് ഏറ്റവും വലിയ നമ്പറിനെ ആദ്യം നമുക്ക് സെലക്ട് ചെയ്യാം. 8 കൊണ്ട് നമ്മൾ 21 16. അത് കഴിഞ്ഞാൽ പിന്നെ അപ്പം 16 കഴിഞ്ഞിട്ടിപ്പോൾ നമുക്ക് 5 വരുന്നത് ശിഷ്ടം. അപ്പോൾ എന്തായാലും ഈ നമ്പർ അല്ലല്ലോ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന വലിയ നമ്പർ 6ആണ്. അപ്പോൾ നമുക്ക് 6 എടുത്ത് നോക്കാം. 18, 18 ശിഷ്ടം വരുന്ന 3 വരും അല്ലേ. അപ്പം നമുക്ക് ഇതും അല്ല, അപ്പോൾ ഇതും വെട്ടിപ്പോയി. ഇനി അടുത്ത നമ്പർ 5 ഉണ്ട്. അപ്പോൾ നമുക്ക് 5നെ എടുത്ത് നോക്കാം. അപ്പോൾ 5, 4, 20 അപ്പം ബാക്കി ശിഷ്ടം 1 വരും. അപ്പോൾ അത് കറക്റ്റായി ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഇനി 5നെ 36 ഉണ്ട്. 35. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ശിഷ്ടം വരുന്നത് 36-നകത്ത് 1 വരും. അതുപോലെ തന്നെ 40-ലും 8 പ്രാവശ്യം കഴിഞ്ഞാൽ പിന്നെ 1 ശിഷ്ടം വരും. അപ്പോൾ ഏതാണ് നമ്മുടെ ആൻസർ? ഏറ്റവും വലുത് ഇതിനകത്ത് 5ആണ് ആൻസർ. ആൻസർ 5. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇതാണ് എളുപ്പമുള്ള വഴി. പക്ഷേ ഇതെല്ലാം നമ്മുടെ LCM റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്കിനി അടുത്ത വേറെ PSC ചോദിക്കുന്ന വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.